ഹലോ, ഹായ്. നമുക്കിന്നൊരു മീൻ പുളി വെച്ചാലോ? അതിനായിട്ട് ഞാനിവിടെ ചെങ്കലവയുടെ വേറൊരു ടൈപ്പ് മീനുണ്ട്. ഇവിടെ കിളിവറണ്ടെന്നാണ് പറയുന്നത്. ആ മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വേണമെന്ന് ഞാൻ ഇതിൽ ഇടുമ്പോൾ പറയാം. ആദ്യം ചട്ടി വെച്ചു, എണ്ണ ചൂടാക്കി, കുറച്ച് ഉലുവ ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കടുവിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ഇട്ട് മൂപ്പിച്ച ശേഷം ഒരു കൈ ചെറിയ ഉള്ളി അത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയതാണ്, അതും കൂടെ ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ കുറച്ച് കരിവേപ്പില, ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാനൊരു പഴുത്ത തക്കാളിക്ക് എടുക്കുന്നുണ്ട്. അത് നമുക്കിവിടെ അരിഞ്ഞ് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചേർക്കാൻ നേരത്ത് പറയാം. ഇത് നമുക്ക് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പൊടികളിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി. ഉലുവപ്പൊടി ഞാനിതിൽ ഇടുന്നില്ല, കാരണം ഉലുവ ഞാൻ പൊട്ടിച്ചത് കൊണ്ട് പിന്നെ ഇതിൽ ഉലുവപ്പൊടിയുടെ ആവശ്യമില്ല. അതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് നമ്മൾ ചുമയ്ക്കും, കാരണം നല്ല ചട്ടി ചൂടായി ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ചിലപ്പം നല്ല ചുമയൊക്കെ വരും. അതിനുശേഷം ഒരുപാട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെയാണ് കൊണ്ടിട്ടത്. പിന്നെ തക്കാളിക്കും കൂടെ ഇടണം. തക്കാളി ഇട്ടിട്ട് ഒന്ന് മസാല എല്ലായിടത്തും ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കണം. കാരണം ഇല്ലാതെ നമുക്കത് വറുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചുമയൊക്കെ തോന്നും. പുളിവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് വലിയ ചുമയൊന്നും വരത്തില്ല, കുത്തൽ തോന്നത്തില്ല മസാലയുടെ. അത് നന്നായിട്ട് അങ്ങ് വെന്ത് കുഴയാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെക്കണം, പുളിവെള്ളം ഒഴിച്ച്. അതിനുശേഷം കുറച്ച് നേരം അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല പരുവാവും. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. മീൻ ഇട്ടിട്ട് നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷമേ ഞാൻ ഇതിലേക്ക് മീൻ ഇടാറുള്ളൂ. അതിനുശേഷം ഞാനൊരു കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ ഇട്ടിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീനിട്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മീനിട്ട ശേഷം നമ്മളിങ്ങനെ വെറുതെ ഇളക്കാൻ പാടില്ല, അപ്പം മീൻ നന്നായിട്ട് ഉടഞ്ഞു പോകും. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ തന്നെ പിടി പിടിച്ച് ചുറ്റിക്കേ ചെയ്യാവുള്ളൂ. അതിനപ്പുറത്തോട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് നോക്കി ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. സൂപ്പർ ടേസ്റ്റുള്ള പുളിയാണ്. മീൻ പുളി എന്നാണ് പറയുന്നതിന്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.